നമസ്കാരം. സഹാരി പി എച്ചിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമാണ് നോക്കിയത്. അപ്പോൾ ഇന്ന് ബാക്കി നമുക്ക് പാഠങ്ങൾ നോക്കിയാലോ? ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് 2ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പോൾ നമുക്ക് ആ പാഠത്തിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ കിട്ടും, ഏകദേശം ഐഡിയ കിട്ടും നമ്മൾ ഈ പാഠത്തിൽ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, തുടങ്ങുമ്പോൾ തന്നെ എന്താണ് രണ്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം. പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം. അപ്പോൾ അത് സിമ്പിൾ സാധനമാണ്. ഓക്കെ, അതിൽ വലുതായിട്ടൊന്നും നമുക്ക് നോക്കാമില്ല. നമുക്ക് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് പകർച്ചവ്യാധികൾ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. അപ്പോൾ എന്തോന്നാണ് പകർച്ചവ്യാധികൾ എന്തോന്നാണ്? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഓക്കെ, ഒരു പകർച്ചവ്യാധി എപ്പോഴാണ് ഒരു മഹാമാരിയാവുന്നത് നോക്കാം. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് ഏതൊക്കെയാണ്? വസൂരി, ക്ഷയം, പ്ലേഗ്, കോവിഡ്-19. അപ്പോൾ നമ്മളിവിടെ എന്താണെന്ന് പറഞ്ഞത്? പകർച്ചവ്യാധികൾ പറഞ്ഞു. പകർച്ചവ്യാധി എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ. എപ്പോഴാണ് പകർച്ചവ്യാധി ഒരു മഹാമാരിയാവുന്നത്? കൊടുത്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ എന്താണ്? മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ എന്താണ് വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? ഒരു പകർച്ചവ്യാധി മഹാമാരിയാവുന്നു. അപ്പോൾ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഉദാഹരണങ്ങളൊക്കെ തന്നെയാണ്. ഏതൊക്കെയാണ്? ഒന്ന് വസൂരി, ക്ഷയം, പ്ലേഗ്, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ്-19. ഇതൊക്കെയാണ് എന്താണ്? മഹാമാരികൾ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പകർച്ചവ്യാധി പറഞ്ഞു, അതെങ്ങനെയാണ് മഹാമാരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രോഗങ്ങളൊക്കെ എന്താണ്? പകർത്തുന്നത് ആരൊക്കെ എന്നൊക്കെയാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന രോഗകാരികൾ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെന്താണ്? രോഗകാരികളെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് മൈക്രോസ്കോപ്പിലൂടെയുള്ള കുറച്ച് പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ഉള്ള ദൃശ്യം, വൈറസിൻ്റെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയുള്ള ദൃശ്യം. അപ്പോൾ എന്താണ് രോഗകാരികൾ? നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് ഇവയൊന്നും കാണാൻ കഴിയില്ല. പിന്നെ എന്താണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷനാണ് നൽകിയിരിക്കുന്നത്, രോഗകാരികൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇതെല്ലാം നമുക്ക് അസുഖങ്ങളൊക്കെ പകർത്തുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവയെല്ലാം എന്താണ്? എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. അപ്പോൾ ഇവയെല്ലാം എന്താണ്? എല്ലാ സൂക്ഷ്മജീവികളും എന്താണ്? നമുക്ക് രോഗകാരികളെന്ന് പറയാൻ കഴിയില്ല. അവ കൊണ്ട് എന്താണ്? നമുക്ക് പല ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. അപ്പോൾ എല്ലാ ബാക്ടീരിയകളും എന്താണ്? നമുക്ക് ദോഷം ചെയ്യുന്നില്ല. നമുക്ക് ഉപകാരം ചെയ്യുന്നവയെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനെല്ലാം എന്താണ്? അവ നമ്മെ സഹായിക്കുന്നു. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരം ചെയ്യുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാ കിടക്കുന്നു. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. അപ്പോൾ ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പോൾ 2 പോയിന്റ് പഠിച്ചു. എന്താണ്? ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. നമ്മളെ മണ്ണിൽ എന്താണ് ഈ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ചേർക്കുന്ന എന്താണ്? ബാക്ടീരിയകളും ഫംഗസുകളുമാണ്. സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ എന്താണ് പറഞ്ഞത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇവയെല്ലാം എന്താണ്? പകർത്തുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവ എന്താണ്? ഇവ നമുക്ക് എപ്പോഴും ദോഷകരമായി ബാധിക്കുന്നില്ല. ഇവ എന്താണ്? നമ്മുടെ നമുക്ക് വേണ്ടി എന്താണ്? നമുക്ക് ഉപകാരികളാകുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞ ദോശമാവ് പുളിപ്പിക്കുന്ന ചിലയിനം ബാക്ടീരിയകളാണ്. പിന്നെന്താണ്? മണ്ണിൽ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ചേർക്കുന്ന എന്താണ്? ചിലതിനം ബാക്ടീരിയകളും ഫംഗസുകളാണ്. അപ്പോൾ എല്ലാ ബാക്ടീരിയയും ഫംഗസും എന്താണ്? നമുക്ക് ദോഷം ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞു ഫംഗസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഫംഗസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് ഫംഗസുകളുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കാണ് PSC. ഞാൻ പറഞ്ഞത് ഇത് ഈ കിടക്കുന്ന കാര്യം, അതായത് റൊട്ടിപ്പൂപ്പൻ, കരിമ്പൻ. ഇത് PSC ഇപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചതാണ്. താഴെ പറയുന്നതിൽ ഫംഗസുകൾക്ക് ഉദാഹരണത്തിൽ ഇത് രണ്ടും ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ബോക്സിൽ പറയുന്നത് നോക്കാം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൻ, പിന്നെ എന്താണ്? നമ്മളെ വസ്ത്രങ്ങളിലുള്ള കരിമ്പേനില്ലേ, ഇവയെല്ലാം എന്താണ്? ഫംഗസുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ്? നമ്മുടെ റൊട്ടിപ്പൂപ്പലും നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ ബാധിക്കുന്ന കരിമ്പേൻ എന്നൊക്കെ പറയില്ലേ, ആ കരിമ്പേൻ എന്താണ്? ഫംഗസുകൾക്ക് ഉദാഹരണങ്ങളാണ്. മനുഷ്യന് എന്നാൽ ഇവ ഉപകാരികളാണ്. എന്നാൽ ഇവ പകർത്തുന്ന ചില രോഗങ്ങളുമുണ്ട്.
മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ്. ഏതൊക്കെയാണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് കാൻഡിഡ. ഏതാണ്? കാൻഡിഡ. രണ്ടെന്താണ്? ക്രിപ്റ്റോകോക്കസ്. ക്രിപ്റ്റോകോക്കസ്. മൂന്നെന്താണ്? ഹിസ്റ്റോപ്ലാസ്മ. അപ്പോൾ എന്താണ്? ഈ 3 ഫംഗസുകൾ എന്താണ് മനുഷ്യനിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് കാൻഡിഡ, 2 ക്രിപ്റ്റോകോക്കസ്, 3 ഏതാണ്? ഹിസ്റ്റോപ്ലാസ്മ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുത്തുന്നതാണ് ഫംഗസുകളുടെ ലോകം. അപ്പോൾ നമ്മൾ കാണുന്ന കൂൺ ഫംഗസുകളാണ്. പിന്നെ എന്താണ്? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒട്ടനവധി ഫംഗസുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? റൊട്ടിപ്പൂപ്പൽ, നമ്മളെ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ, ഇതെല്ലാം എന്താണ്? ഫംഗസുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ കുറച്ച് എന്താണ് നമ്മുടെ മനുഷ്യന് രോഗങ്ങളുണ്ടാക്കുന്ന ബാക്കി കുറച്ച് ഫംഗസുകളുടെ പേരാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് കാൻഡിഡ, 2 ക്രിപ്റ്റോകോക്കസ്, പിന്നെ എന്താണ്? ഹിസ്റ്റോപ്ലാസം. അപ്പോൾ ആ 3 പേരുകളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്? കൂണും ഫംഗസുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്ത് നമ്മൾ പറഞ്ഞു ഈ രോഗങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ വരുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങൾ ഒരു ചെറിയൊരു ചാർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ രോഗം വരുന്നതും പിന്നെന്താണ്? രോഗാണുവാഹകരിൽ നിന്നും രോഗം പകരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് വിരശല്യം, ടെറ്റനസ്. ടെറ്റനസ് എങ്ങനെയാണ്? മണ്ണിലൂടെയാണ് നമുക്ക് പകരുന്നത്. അപ്പോൾ വിരശല്യവും ടെറ്റനസും എങ്ങനെയാണ്? മണ്ണിലൂടെയാണ് പകരുന്നത്. ഓക്കെ, ക്ഷയം എങ്ങനെയാണ്? വായിലൂടെ. അതായത് ക്ഷയമുള്ള ഒരാളടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ അവർ ചുമച്ചാൽ എന്താണ്? അത് നമുക്ക് പകരുന്നത്. അപ്പോൾ വായിലൂടെയാണ് പകരുന്നത്. അടുത്തെന്താണ്? ജലവും ഭക്ഷണവും വഴി. അതായത് എന്താണ്? മലിനമായ ജലവും ഭക്ഷണവും വഴിയാണ് നമുക്ക് എന്താണ്? ടൈഫോയിഡ്, വയറിളക്കമൊക്കെ വരുന്നത്. അപ്പോൾ എന്താണ്? രോഗാണുവാഹകരിൽ നിന്നല്ലാതെ രോഗങ്ങൾ പകരുന്നതാണ്. ഒന്ന് വിരശല്യം, ടെറ്റനസ്. എങ്ങനെയാണ്? മണ്ണിലൂടെയാണ്. വിരശല്യവും ടെറ്റനസും എങ്ങനെയാണ്? മണ്ണിലൂടെയാണ്. അടുത്ത എന്താണ്? ക്ഷയം എന്താണ്? വായിലൂടെയാണ്. അടുത്ത എന്താണ്? ടൈഫോയിഡ് എങ്ങനെയാണ് പകരുന്നത്? മലിനമായ ജലവും ഭക്ഷണവും വഴി. അടുത്ത നമ്മൾ നോക്കാൻ നമുക്കറിയാം രോഗാണുവാഹകരിൽ നിന്ന് പകരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഡെങ്കിപ്പനി എങ്ങനെയാണ്? കൊതുകിൽ നിന്നാണ് പകരുന്നത്. കൊതുകിൽ നിന്നാണ്. അടുത്ത എന്താണ്? മനുഷ്യൻ വഴിയാണ് കുഷ്ഠം. അടുത്ത പക്ഷികൾ പറയുന്നതാണ് പക്ഷിപ്പനി. ഒക്കെ. അപ്പോൾ ഈ ചാർട്ടിൽ അത്രേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായി ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നോളാം. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? വിരശല്യം, ടെറ്റനസ് എന്നിവ പകരുന്നത് മണ്ണിലൂടെ. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ വിരശല്യം, ടെറ്റനസും എന്താണ്? ടെറ്റനസും മണ്ണിലൂടെയാണ് പകരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത രോഗാണുവാഹകരാണ് പറയുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. അതൊക്കെ എന്താണ്? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഡെങ്കിപ്പനി കൊതുക് വഴിയാണ് പരത്തുന്നത്. പിന്നെ നമ്മൾ ഏത് പറഞ്ഞു? പിന്നെ പക്ഷിപ്പനി, പക്ഷി വഴിയാണ് നമുക്ക് വരുന്നത്. കോഴിയെ കഴിക്കുന്നതിൽ പക്ഷിപ്പനിയൊക്കെ വരുന്നത്. അപ്പോൾ ഈ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. അപ്പോൾ ഈ രോഗാണുവാഹകർക്ക് ഉദാഹരണങ്ങളാണ് പറഞ്ഞത് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ. ഓക്കെ, അതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, രോഗപ്രതിരോധ ശേഷി. അതായത് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് തടഞ്ഞു നിർത്തണം. അപ്പോൾ ചിലർക്ക് എന്താണ്? നല്ല രോഗപ്രതിരോധ ശേഷിയായിരിക്കും. അപ്പോൾ എന്താണ്? വലിയ എന്തെങ്കിലും പനി അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്നത് കുറയും. എന്നാൽ ചിലവർക്കാണെങ്കിൽ എന്താണ്? ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ അവർ ആകെ തളർന്നു പോകും. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചേർത്ത് നിൽക്കാനുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തിന് അതിനെ ചേർത്ത് നിൽക്കാനുള്ള കഴിവ് സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയും? സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ആരോഗ്യം കണക്കൊക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക? അപ്പോൾ ഒരാൾക്കൊരു സ്വാഭാവിക പ്രതിരോധശേഷി വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്താണ്? വാക്സിനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രതിരോധശേഷി നമ്മൾ എന്തെന്നാണ് അടുത്ത പറയുന്നത്. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല. അപ്പോൾ കുറച്ച് രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി ഇതുപോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് എന്താണ്? ശരീരത്തിന് സ്വാഭാവികമായൊരു പ്രതിരോധശേഷി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി നമുക്ക് കിട്ടുന്ന രോഗപ്രതിരോധ ശേഷിയാണ് എന്താണ്? ആർജിത രോഗപ്രതിരോധ ശേഷി. അതായത് നമ്മളെന്താണ്? വാക്സിനും മറ്റു കാര്യങ്ങൾ എടുത്ത വഴി നമുക്ക് കിട്ടുന്നതാണ് ആർജിത രോഗപ്രതിരോധ ശേഷി. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ മുതലായ പല മഹാമാരികളെ നമ്മൾ അതിജീവിച്ചത് ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോളാം. രോഗപ്രതിരോധ ശേഷി. അപ്പോൾ 2 തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയുണ്ട്. ഒന്ന് സ്വാഭാവികമായി നമുക്ക് കിട്ടുന്നത്, ഒന്ന് നമ്മൾ വാക്സിനും കാര്യങ്ങളും വഴി എടുക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന ആർജിത പ്രതിരോധ ശേഷി. അപ്പോൾ സ്വാഭാവിക പ്രതിരോധ ശേഷി വെച്ച് നമുക്ക് എന്താണ്? ചെറിയ അസുഖങ്ങൾ, അതായത് വലിയ മാരകമായിട്ടുള്ള അല്ലാത്ത അസുഖങ്ങളെയൊക്കെ നമുക്ക് എന്താണ്? പ്രതിരോധിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ വലിയ അസുഖങ്ങൾ അപ്പോൾ നമുക്ക് എന്താണ്? COVID-19 ആയിരിക്കും, നമ്മൾ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി മുതലായ മാരക രോഗങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എന്താണ്? അതിനൊരു
പ്രതിരോധ കുത്തിവയ്പ്പെടുത്താൽ മാത്രമേ നമുക്കതിന് തരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രതിരോധ ശേഷി എന്താണ് പറയുന്നത്? ആർജിത രോഗപ്രതിരോധ ശേഷി. അപ്പോൾ ഇതെല്ലാവരും കിട്ടിയല്ലോ. അടുത്തതാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇത് 3-4 പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ വാക്സിനേഷൻ ചാർട്ട്, നമ്മൾ കൊച്ചിയിൽ നമ്മൾ എടുത്തിട്ടുള്ള വാക്സിനേഷൻ ചാർട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ ഈ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ 16 വയസ്സ് വരെയുള്ള നമ്മളെടുത്ത വാക്സിൻ്റെ ഒരു ചാർട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ച് വെക്കണം. ഇത് പഠിക്കാത്തൊരു പാടാണ്, എന്നാലും ഇത് പഠിച്ച് വെച്ചിരിക്കും. കാരണം നമുക്ക് 1 മാർക്ക് ഇവിടെ നിന്ന് എന്തായാലും കിട്ടും. അപ്പോൾ കുറച്ച് വാക്സിൻ്റെ പേരുകൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാണ്. 1 OPV എന്താണ്? ഓറൽ പോളിയോ വാക്സിൻ. 2 എന്താണ്? BCG ബാസിലസ് കാൽമെറ്റ് ജൊറൈൻ. അതെന്താണ്? ക്ഷയരോഗത്തിനാണെന്ന് അറിയാം. ഹെപ്പറ്റൈറ്റിസ് ബിയിലുള്ള വാക്സിനാണ്. അതിന് FIPV അതായത് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. അടുത്ത RVV എന്താണ്? റോട്ടാ വൈറസ് വാക്സിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. ജനന സമയത്ത് നമ്മൾ എന്തൊക്കെ എടുക്കുന്നു? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. OPV എന്താണ് നമ്മൾ പറഞ്ഞു? ഓറൽ പോളിയോ വാക്സിൻ. BCG പറഞ്ഞു ക്ഷയരോഗത്തിനുള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബി. ഈ 3 വാക്സിനാണ് നമ്മൾ എന്താണ് ജനന സമയത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണ്? OPV 1, അത് കഴിഞ്ഞ് RVV നമ്മൾ എന്താണ്? റോട്ടാ വൈറസ് വാക്സിൻ 1. അടുത്ത പെറ്റാവാലറ്റ് 1. അത് കഴിഞ്ഞ് എടുക്കുന്ന ഏതാണ്? FIPV 1. അത് കഴിഞ്ഞ് PCV 1. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോളണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 6ാമത്തെ ആഴ്ച നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണ്? 1 OPV 1, 2 RVV 1, അടുത്തത് പെൻറ്റാവാലറ്റ് 1, അത് കഴിഞ്ഞ് FIPV 1, അത് കഴിഞ്ഞ് PCV 1. അടുത്ത നമ്മൾ 10ാമത്തെ ആഴ്ചയിൽ എന്താണ്? നമ്മൾ നേരത്തെ എടുത്ത OPV 1 അല്ലേ നമ്മൾ എടുത്തത്? ഏതാണ്? 6ാമത്തെ ആഴ്ചയിൽ. അടുത്ത എന്താണ്? 10ാമത്തെ ആഴ്ചയിൽ OPV 2 എടുക്കുന്നു. അടുത്ത 6ാമത്തെ ആഴ്ച നമ്മൾ RVV 1 എടുത്തെങ്കിൽ അടുത്ത 10ാമത്തെ ആഴ്ച നമ്മൾ എന്തെടുക്കുന്നു? RVV 2. അത് കഴിഞ്ഞ് പെൻറ്റാവാലറ്റ് 2. അതായത് നമ്മൾ നേരത്തെ എടുത്ത ഈ 3 എണ്ണത്തിൻ്റെ സെക്കൻഡ് ഡോസാണ് നമ്മളിവിടെ എടുക്കണം. അതായത് OPV 2, RVV 2, പെൻറ്റാവാലറ്റ് 2. അടുത്ത 14ാമത്തെ ആഴ്ച. അപ്പോൾ നമുക്കത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഈ 2, അതായത് നമ്മൾ 6ാമത്തെ ആഴ്ചയിൽ OPV 1 എടുക്കുന്നു, 10ാമത്തെ ആഴ്ചയിൽ OPV 2 എടുക്കുന്നു, 14ാമത്തെ ആഴ്ചയിൽ OPV 3 എടുക്കുന്നു. അടുത്ത എന്താണ്? 6ാമത്തെ ആഴ്ചയിൽ RVV 1 എടുക്കുന്നു. അടുത്ത എന്താണ്? 10ാമത്തെ ആഴ്ചയിൽ RVV 2 എടുക്കുന്നു. അടുത്ത 14ാമത്തെ ആഴ്ചയിൽ RVV 3 എടുക്കുന്നു. അതേപോലെ തന്നെ പെൻറ്റാവാലറ്റും അങ്ങനെ തന്നെയാണ്. 1, 2, 3. നമ്മൾ അവിടെ അടുത്ത എക്സ്ട്രാ പഠിക്കേണ്ടതാണ്. നമ്മൾ 6ാമത്തെ ആഴ്ചയിലെടുത്ത FIPV 1ഉം PCV 1ൻ്റെ സെക്കൻഡ് എടുക്കുന്നത് എപ്പോഴാണ്? 14ാമത്തെ ആഴ്ചയിലാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ജനന സമയം മുതൽ 14 ആഴ്ച വരെയുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ ഓട്ടിച്ചൊന്ന് നോക്കാം. ജനന സമയത്ത് എന്താണ്? OPV, BCG, പിന്നെ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി. 6ാമത്തെ ആഴ്ചയിൽ OPV 1 എന്താണ്? RVV 1, പെൻറ്റാവാലറ്റ് 1. അപ്പോൾ അതിൻ്റെ തന്നെ 2ഉം 3ഉം ഡോസുകളാണ് അടുത്ത എന്താണ്? 10ാമത്തെ ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലും എടുക്കുന്നത്. 6ാമത്തെ ആഴ്ചയിൽ പിന്നെ എന്താണ്? FIPV 1, PCV 1. അടുത്ത എന്താണ്? അടുത്ത അതിൻ്റെ സെക്കൻഡ് എടുക്കുന്നത് എവിടെയാണ്? 14ാമത്തെ ആഴ്ചയിലാണ്. ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചോളണം. കാരണം ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇതുവരെ പഠിച്ച പാഠത്തിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷൻ ഈ ഒരു ഭാഗമാണ്. അടുത്ത നമ്മളെന്താണ്? നമ്മൾ കുറച്ചുകൂടെയൊക്കെ വലുതായി. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാക്സിനേഷനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പോൾ എടുക്കുന്ന കുറച്ച് വാക്സിൻ്റെ ഷോർട്ട് ഫോമും അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. PCVയുടെ ഫുൾ ഫോം എന്താണ്? ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ് വാക്സിൻ. MR എന്താണ്? മീസിൽസ് റുബെല്ല വാക്സിൻ. DPT എന്താണ്? ഡിഫ്തീരിയ പോർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. TD എന്താണ്? ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ നമ്മൾ 9ാം മാസത്തിൽ എടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണ്? MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV 3. നമ്മൾ നേരത്തെ 14ാമത്തെ ആഴ്ച എടുത്ത FIPV 2 ആണ് നമ്മളെടുത്തത്. അപ്പോൾ ഇതിലെന്താണ്? FIPV 3 എടുക്കുന്നു. അപ്പോൾ 9ാം മാസത്തിൽ MR1, PCV ബൂസ്റ്റർ, വിറ്റാമിൻ A, FIPV 3. അടുത്ത 16 മുതൽ 24 വരെയുള്ള മാസത്തിൽ എടുക്കുന്നതാണ് MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത 5 മുതൽ 6 വയസ്സ് വരെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ്? 1-2 വാക്സിൻ വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അത് എളുപ്പമുണ്ട്. 5 മുതൽ 6 വയസ്സ് വരെ എത്രയാണ്? DPT ബൂസ്റ്റർ 2. DPT എന്താണ്? ഡിഫ്തീരിയ പോർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. അതിൻ്റെ ബൂസ്റ്റർ 2 ആണ്. അടുത്ത 10ാമത്തെ വയസ്സിലും 16ാമത്തെ വയസ്സിലും TD1ഉം TD2. 10ഉം 16 വയസ്സിൽ ഏതൊക്കെയാണ്? TD1, TD2. അപ്പോൾ TD എന്താണ്? ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും എന്താണ്? 10 മുതൽ 16 വയസ്സ് വരെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാർട്ടാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഈ ചാർട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ഓട്ടിച്ച് നമുക്കത് പറഞ്ഞു തീർക്കാം. അപ്പോൾ എന്താണ്? ജനന സമയത്ത് എടുക്കുന്ന എന്താണ്? OPV 1, BCG ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ 6ാമത്തെ ആഴ്ചയിൽ OPV 1, RVV 1, പെൻറ്റാവാലറ്റ് 1, പിന്നെ FIPV 1, PCV 1,
പിന്നെ 10ാമത്തെ ആഴ്ചയിൽ OPV2, RVV2, പെറ്റാവാലിറ്റി 2, പിന്നെ 14ാമത്തെ ആഴ്ചയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ FIPV-യുടെ 2ഉം PCV-യുടെ 2ഉം പിന്നെ നമ്മൾ എന്താണ് 10ാമത്തെ ആഴ്ചയിലെടുത്ത OPV-യുടെ 3ഉം RVV-യുടെ പിന്നെ 3 എടുക്കുന്നു. പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് MR1 PCV ബൂസ്റ്റർ വിറ്റാമിൻ എ FIPV3 ഒക്കെ 9ാമത്തെ മാസത്തിലാണ്. 16 മുതൽ 24 മാസം വരെ ഏതെടുക്കുന്നു MR2 OPV ബൂസ്റ്റർ DPT ബൂസ്റ്റർ വിറ്റാമിൻ A2. പിന്നെ DPT ബൂസ്റ്റർ 2 എടുക്കുന്നത് 5 മുതൽ 6 വയസ്സ് വരെയാണ്. പിന്നെ 10ഉം 16 വയസ്സിൽ എന്താണ് 10ാമത്തെ വയസ്സിൽ TD1 ആണെങ്കിൽ 16ാമത്തെ വയസ്സിൽ TD2 ആണ്. അപ്പോൾ ഈ പാഠം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട രോഗപ്രതിരോധ ശേഷി, 2 രോഗപ്രതിരോധ ശേഷിയുണ്ട്, ഒന്ന് ആർജിതവും സ്വാഭാവികവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യം എന്താണ്? പകർച്ചവ്യാധികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? നമ്മൾ നേരത്തെ പാഠം തുടങ്ങിയപ്പോൾ കണ്ടൊരു ബോക്സ് ഇല്ലേ, അതിനടുത്തൊരു ചോദ്യമാണ്. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്? ഡെങ്കിപ്പനി, ബി മഞ്ഞപ്പിത്തം, സി ക്യാൻസർ, ഡി ക്ഷയം. അപ്പോൾ ഇതിന് പകരാത്ത രോഗം ഏതായിരിക്കും? ക്യാൻസറാണ്. സി ക്യാൻസർ. അപ്പോൾ ഇത് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, പകർച്ചവ്യാധികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അതിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ പകർച്ചപ്പനി, ബി പകർച്ചവ്യാധി, സി എൻഡമിക്, ഡി എന്താണ് മഹാമാരി. അപ്പോൾ ഏതാണ് ആൻസർ? ഏതാണ്? മഹാമാരി. ഓപ്ഷൻ ഡി മഹാമാരി. അപ്പോൾ മഹാമാരി എന്താണ്? മറ്റ് രാജ്യങ്ങളിലേക്കോ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കോ പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ അതിനെ എന്താണ് പകർച്ചവ്യാധിയെ മഹാമാരി എന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. COVID-19, വസൂരി കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ നേടുന്ന രോഗപ്രതിരോധ ശേഷി പറയുന്ന പേരെന്താണ്? സ്വാഭാവിക പ്രതിരോധ ശേഷി, ആർജിത രോഗപ്രതിരോധ ശേഷി, പ്രതിരോധ കുത്തിവയ്പ്പ്, പ്രതിരോധ ശേഷി. അപ്പോൾ അതിനേതാണ്? അതും കുത്തിവയ്പ്പിലൂടെയാണ്, നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്നില്ല, നമ്മൾ ആർജിക്കുന്നതാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആർജിത രോഗപ്രതിരോധ ശേഷി. ഓക്കെ, അത് നേരത്തെ അതിൻ്റെ വേറൊരു ചോദ്യം തന്നെയാണ്. രോഗാണുക്കളെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള ശരീരത്തിൻ്റെ സ്വാഭാവിക കഴിവറിയപ്പെടുന്ന എന്താണ്? സ്വാഭാവിക പ്രതിരോധ ശേഷി, ആർജിത രോഗപ്രതിരോധ ശേഷി, വാക്സിനേഷൻ, രോഗാണുബാധ. അതെന്താണ്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ നമ്മളെ ചാർട്ടില്ലേ, അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ടെറ്റനസ് രോഗം ഏത് വഴിയാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? ഓക്കെ, ടെറ്റനസ് ഏത് വഴിയാണ്? മണ്ണിലൂടെയാണ്. ടെറ്റനസ് മണ്ണിലൂടെയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയ ആ ചാർട്ടിൽ നിന്നുള്ളതാണ്. ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വാക്സിനേഷനുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ജനിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഏതാണ്? BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനാണ് ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പാഠം കഴിഞ്ഞിട്ടുണ്ട്, പകർച്ചവ്യാധികളെന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചു, ഒരു പകർച്ചവ്യാധി എന്താണെന്ന് പഠിച്ചു, പകർച്ചവ്യാധികൾ എങ്ങനെയാണ് മഹാമാരിയാവുന്നത് പഠിച്ചു. പിന്നെ 2 വിധത്തിലുള്ള രോഗപ്രതിരോധ ശേഷി പറഞ്ഞു. എന്തൊക്കെയാണ്? ആർജിത രോഗപ്രതിരോധ ശേഷി, സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. പിന്നെ നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള നമ്മൾ 16 വയസ്സുള്ള ജനിച്ചു തൊട്ട് 16 വയസ്സ് വരെ നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ്റെ ചാർട്ട് നോക്കി. ഓക്കെ, നമുക്ക് അടുത്തൊരു പാഠത്തിലോട്ട് പോകാം. പാഠം എന്താണ്? 3ാമത്തെ പാഠമാണ് 5ാം ക്ലാസ്സിലെ സയൻസ് തന്നെയാണ്. ജലം നിത്യജീവിതത്തിൽ. ഓക്കെ, അപ്പോൾ ജലം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ജലത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ഈ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവൊക്കെ എത്രയാണെന്നുള്ളത്. ഓക്കെ, ആദ്യം ഇവിടെ എന്താണ്? തലച്ചോറിലാണ്. തലച്ചോറിൽ എത്ര ശതമാനമുണ്ട്? 73% ജലമുണ്ട്. രക്തത്തിൽ എത്രയുണ്ട്? 94%. വൃക്കയിൽ എത്ര? 79%. പേശികൾ 75%. ഹൃദയം 75%. ശ്വാസകോശങ്ങൾ 83%. അസ്ഥികൾ 31%. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം എവിടെയാണ്? രക്തത്തിലാണ്. കാരണം 94%. അപ്പോൾ രക്തത്തിൽ 94% എന്താണ്? ജലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ പഠിക്കാൻ എളുപ്പത്തിൽ നമുക്ക് നോക്കാം. പേശിയും ഹൃദയം എത്രയാണ്? 75%. പേശിയിലും ഹൃദയത്തിലും എത്രയാണ്? 75% തന്നെയാണ്. അടുത്ത പറയാം, ശ്വാസകോശങ്ങൾ 83%. ശ്വാസകോശങ്ങൾ 83. അപ്പോൾ അതിന് 10 കുറച്ച് തലച്ചോറ് എത്ര? 73. അപ്പോൾ പേശിയും ഹൃദയവും 75, ശ്വാസകോശങ്ങൾ 83. അപ്പോൾ അതിൽ നിന്നൊരു 10 കുറയ്ക്കുമ്പോൾ തലച്ചോറ് 73. അടുത്ത എന്താണ്? വൃക്ക 79. വൃക്ക 79. അസ്ഥികൾ 31. എക്സ്ട്രാ പഠിക്കാനുള്ള അത് 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ പേശികൾ എത്രയാണ്? പേശികൾ 75. പേശികൾ 75. അതുപോലെ തന്നെ ഹൃദയത്തിലും 75. അടുത്ത ശ്വാസകോശങ്ങൾ 83. അപ്പോൾ അതിൽ നിന്ന് 10 കുറച്ച് 73 എവിടെ? തലച്ചോറിൽ 73. തലച്ചോറിൽ 73. വൃക്കകളിൽ 79. വൃക്കകളിൽ 79. പിന്നെ അസ്ഥി 31. അസ്ഥിയിൽ 31. പിന്നെ ഏറ്റവും കൂടുതൽ രക്തം 94%. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സോഡ കുപ്പി ഒരു പടം കൊടുത്തേക്കുന്നത്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നതുകൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഡ വാങ്ങിച്ച് നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? അതിന് ടപ്പയെന്നൊരു സൗണ്ട് ആയിട്ട് കുമിള വരുന്നില്ല. ആ കുമിളായിട്ട് പോകുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. കാരണം എന്താണ്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഈ സോഡ പൊട്ടിക്കുമ്പോൾ ആ കുമിളകൾ വരുന്നത് എന്താണ്? ഇപ്പോൾ അതിൽ നിന്ന് കുമിളകൾ പോലെ വരുന്നത് എന്താണ്? അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമായി വെളിയിലോട്ട് പോകുന്നതുകൊണ്ടാണ്. അടുത്ത് നമ്മൾ ലായനി എന്താണെന്നും ലീനം എന്താണെന്നും ലായകം എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും, അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും, അപ്പോൾ ഒരു ലായനിയിൽ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകമെന്നും പറയുന്നു. അപ്പോൾ ഒരു ലായനി എടുത്താൽ ലീനം കാണും, ലായകം കാണും. അപ്പോൾ എന്താണ് ലീനം? എന്താണ്? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും ആ ലീനം എന്തിലാണ് ലയിച്ചു ചേരുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. അടുത്ത് നോക്കാം. ജലത്തിന് നിരവധി വസ്തുക്കൾ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ജലം ഒരു സാർവിക ലായകമാണ്, കാരണം ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത്ര പറഞ്ഞോളൂ. എന്താണ്? നമ്മൾ സോഡ കുപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എന്താണ് കുമിളകളായിട്ട് പോകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പിന്നെ എന്താണ്? നമ്മൾ ലായനി പറഞ്ഞു. ലായനിയിൽ എന്തൊക്കെയുണ്ട്? ലീനമുണ്ട്, ലായകമുണ്ട്. അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്തെന്ന് പറയും? ലീനം എന്ന് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും അത് എന്തിനാണ് ലയിക്കുന്നത് അതിനെന്താണ്? ലായകം എന്നാണ് പറയുന്നത്. അപ്പോൾ സാർവിക ലായകം, ജലത്തിൻ്റെ ഒരു കഴിവാണ് സാർവിക ലായകം എന്ന് പറഞ്ഞത്. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്, അതിനെ ജലത്തെ എന്തെന്ന് പറയുന്നത്? ജലത്തെ സാർവിക ലായകം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ജലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സന്ദർഭം കൊടുത്തിരിക്കുന്നത് ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നു, നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ അതിലെ തുണിയിൽ ജലാംശം എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ പറയാം, നമ്മൾ വെള്ളം എടുത്ത് ചൂടാക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് എന്താണ് ബാഷ്പമായിട്ട് പോയി ജലത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വെയിലത്ത് തുണി, ഇപ്പോൾ നനച്ച തുണി വെയിലത്ത് നമ്മൾ ഉണക്കാൻ ഇടുമ്പോൾ എന്താണ് സൂര്യപ്രകാശമായിട്ട് അതിലെ വെള്ളമെല്ലാം എന്താണ് ബാഷ്പമായി പോകുന്നു. അപ്പോൾ അതെന്താണെന്നാണ് പറയുന്നത്? ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു, കാരണം ചൂടാക്കുമ്പോൾ എന്താണ് അവിടെ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. അപ്പോൾ ബാഷ്പീകരണം എന്താണ്? എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. അപ്പോൾ എന്താണ്? നമ്മുടെ ഖരം, ദ്രാവകം, വാതകം ഈ 3 അവസ്ഥയിലും കാണപ്പെടുന്ന പ്രകൃതിയിലെ ഏക പദാർത്ഥമാണ് എന്താണ്? ജലം എന്ന് പറയുന്നത്. അപ്പോൾ ബാഷ്പീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാഷ്പീകരണം എന്താണ്? അവിടെ ചൂടാക്കുന്നതിൻ്റെ തോത്, അവിടെ താപനില കുറച്ച് കഴിഞ്ഞാൽ ബാഷ്പീകരണ തോതും കുറയുന്നുണ്ട്. പിന്നെ എന്താണ്? എല്ലാ താപനിലയിലും ബാഷ്പീകരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം ഈ 3 അവസ്ഥയിലും കാണപ്പെടുന്ന പ്രകൃതിയിലെ ഏക പദാർത്ഥം ഏതാണ്? അത് ജലം തന്നെയാണ്. അടുത്ത നമ്മൾ പറയുന്നത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു തോടോ വലിയ പുഴയൊക്കെ ഉണ്ടെങ്കിൽ വേനൽക്കാലത്ത് അവിടുത്തെ വെള്ളത്തിൻ്റെ അംശം കുറയും. അവിടുത്തെ ജലനിരപ്പ് താഴുമ്പോൾ നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളവും കുറയാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതവിടെ കണ്ട് ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പ് എന്ത് സംഭവിക്കുന്നു? കാരണം എന്ന് പറയുന്നത് അവിടുത്തെ വെള്ളം വറ്റുമ്പോൾ നമ്മളെ വീട്ടിലെ കിണറിലും വെള്ളമൊക്കെ വറ്റും. ഓക്കെ, വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലമെടുക്കുന്നത് ആ പ്രദേശത്തിൻ്റെ ജലലഭ്യതയെ ബാധിക്കുന്നു. അപ്പോൾ അത് എന്താണെന്നാണ് അവിടെ പറയുന്നത്? അതെന്താണ്? ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്, വിധാനം പാലിക്കുന്നു എന്ന് പറഞ്ഞ സവിശേഷതയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു വ്യവസായശാലകളിൽ എന്താണ്? വ്യവസായശാല അവരുടെ ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ ഒരു കുളത്തിൽ നിന്നോ ആ നാട്ടിലൊരു കുളത്തിൽ നിന്നോ പുഴയിൽ നിന്നൊക്കെ വെള്ളം കൂടുതൽ വലിച്ചെടുത്താൽ അത് നമ്മളെ വീട്ടിലെ കിണറുകളെയൊക്കെ ബാധിക്കും. കാരണം എന്താണ്? അപ്പോൾ ജലത്തിൻ്റെ ലഭ്യത അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വിധാനം പാലിക്കുന്നു എന്നൊരു സവിശേഷതയാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഈ പാഠത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഞാൻ പറയുന്ന ഫസ്റ്റ് കണ്ട ഈ ഒരു പിക്ചറാണ് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ശതമാനം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദിക്കാൻ പറ്റിയ കാര്യമാണ്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ലീനം, നമ്മൾ ലായനിയുടെ കേസ് പറയുമ്പോൾ ലീനം, ലായകം എന്തെന്നുള്ളത് ഓർത്തിരിക്കണം. പിന്നെ ഇതിൽ വേറെ സാർവിക ലായകം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വരാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ, മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തിലാണ് ഏറ്റവും കൂടുതൽ ജലാംശം അടങ്ങിയിരിക്കുന്നത്? ഏതിലാണ്? രക്തത്തിലാണ്. എത്ര ശതമാനം? 94% രക്തത്തിൽ ജലാംശം ഉള്ളത്. അടുത്ത് നോക്കാം. നേരത്തെ നോക്കിയാൽ ഒരു സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? 1 ഓക്സിജൻ വാതകം പുറത്തു വരുന്നത്, ബി നൈട്രജൻ വാതകം പുറത്തു വരുന്നത്, സി കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തു വരുന്നത്, ഡി ഹൈഡ്രജൻ വാതകം പുറത്തു വരുന്നത്. നമ്മൾ പഠിച്ചു സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്താണ് നമ്മളെന്താണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നുണ്ട്. അടുത്ത് നോക്കാം. വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന വസ്തുവിനെ എന്ത് വിളിക്കുന്നു? വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന വസ്തുവിന് എന്താണ് പറയുന്നത്? ലീനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതിലാണ് ലയിക്കുന്നത്? ലീനം ഏതിലാണ് ലയിക്കുന്നത്? അതിനെന്തെന്ന് പറയുന്നു? ലായകം എന്ന് പറയുന്നു. അപ്പോൾ ലീനോ ലായകം കൂടെ ചേർന്ന് എന്താവും? ലായനിയായി മാറും. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ 2 പാഠമാണ് നമ്മൾ 5ാം ക്ലാസ്സിൽ 2 പാഠമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ബാക്കി നമുക്കൊരു 2 പാഠം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ SCERT ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം SCERT നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ, നല്ല സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ SCERT ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതായത് അതിൻ്റെ SCERT ഓരോ പാഠഭാഗം ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളുകളും ഇമ്പോർട്ടൻ്റ് പോർഷൻസ് എല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടെലിഗ്രാം ചാനലും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.